ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ. നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു പച്ചക്കായ എങ്ങനെ തയ്യാറാക്കി എടുക്കാം. ഇത് ചോറിനും ചപ്പാത്തിക്കും പഴങ്കഞ്ഞിക്കും അടിപൊളി ടേസ്റ്റാണ്. ഇതുപോലെ തയ്യാറാക്കിയാൽ നമുക്ക് ഇന്ന് വൈകിട്ട് ഇതുപോലെ തയ്യാറാക്കി വെച്ചാൽ നെക്സ്റ്റ് ഡേ പഴങ്കഞ്ഞിയുടെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊരു പ്രാവശ്യം എന്തായാലും തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ഞാനിത് തയ്യാറാക്കി കാണിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ പച്ചക്കായ കറി വയ്ക്കുന്നത് വേറെ ഒരു സ്റ്റൈലിലാണ്. ഇതിലേക്കായി ഞാനൊരു പച്ചക്കായയും 3 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം പച്ചക്കായ ഒന്ന് വാഷ് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നാടൻ പച്ചക്കായയാണ്, അതുകൊണ്ട് ഞാൻ തൊലി കളയുന്നില്ല. ഇത് 4ആയിട്ട് ഇങ്ങനെ ഓരോ കഷ്ണമായിട്ട് മുറിച്ചെടുത്തതിന് ശേഷം ഓരോ കഷ്ണവും ഞാൻ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അല്പം ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കാം. നോർമലി ഇത് കട്ട് ചെയ്യാതെ കഴുകിയെടുത്താൽ മതിയാകും. നാടൻ കായാണ് ഇത്. ഒരു പക്ഷേ നമ്മൾ വേവിച്ച് വരുമ്പോൾ കറുത്ത കളറാണ് വരണമെങ്കിൽ നിങ്ങൾക്ക് കാണാനൊരു ഭംഗി കാണത്തില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു പ്രാവശ്യം കഴുകിയെടുക്കുന്നത്. ഇല്ലെങ്കിൽ ഞാനിത് കഴുകാതെ തന്നെ ഞാനിത് ഉപയോഗിക്കും. നാടൻ കായയാണ്, നമ്മുടെ തോട്ടത്തിലുണ്ടായ കായ. ഇതുപോലെ ഒരു വലിയ പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ട് ഒരു പ്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കായ ഒരല്പം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ കായ വെന്ത് കിട്ടും. നമുക്ക് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങയും 4-5 വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും 1 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്ക് കായ വെന്തോ എന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. കായ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ അരപ്പ് നല്ലതുപോലെ വെന്തതിന് ശേഷം വേണം നമുക്ക് ഇതിലൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാനുണ്ട്. ഇത് ഞാൻ ഉപ്പേരി വയ്ക്കാനായിട്ട് വള്ളിപ്പയർ വേറൊരു സ്റ്റീമറിൽ വെച്ചിരിക്കുക. എന്നിട്ട് 1 സ്പൂൺ കടലമാവ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ചേർത്താൽ നല്ല രുചിയായിരിക്കും. നിങ്ങളൊരു പ്രാവശ്യം തയ്യാറാക്കി നോക്കൂ. ഈ കടലമാവും കൂടി 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒഴിച്ച് തിളച്ചത് വന്നതിന് ശേഷം മാത്രം ഈ പച്ചക്കായ വേവിച്ചത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഞാൻ വച്ചതിന് ശേഷം 1/2 കപ്പ് തൈര് ഒഴിച്ചു. കാരണം മാറ്റിവെച്ചത് ഹസ്ബൻഡ് തൈര് കൂട്ടത്തില്ല. കടായി ചൂടാക്കി എണ്ണ ഒഴിച്ച് വെളുത്തുള്ളിയും കടുകും ഒരൽപ്പം ഉഴുന്നുപരിപ്പും 1/2 ടീസ്പൂൺ ജീരകവും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്ക് താളിച്ചെടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.